നീ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ആ സ്നേഹത്തിന്റെ വ്യക്തിഗത സംഘർഷങ്ങൾക്കെതിരെ പോരാടുകയും ആ സ്നേഹത്തിന്റെ പിന്തുണയോടെ നീ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടാകും. അതിനുശേഷം അയാളുടെ മുന്നേറ്റത്തിനായി നീ കഷ്ടപ്പെട്ടതിന്റെ ഫലമായി അതിനൊരു അർത്ഥവും കണ്ടെത്തിക്കാണും. എന്നാൽ നിലനിൽപ്പ് ഭേദമായപ്പോൾ ആ സ്നേഹത്തിന് മാനസിക വ്യതിയാനം സംഭവിച്ച് അതുവരെയും സ്വന്തം ജീവനും മാനാഭിമാനങ്ങളും നോക്കാതെ എന്തിനും കൂടെ നിന്ന നിന്നെ അയാൾ അവഗണിക്കുകയും ചെയ്തിട്ടുണ്ടാകും. അതിലൂടെ വൈകാരികമായി നീ നടത്തുന്ന പ്രതികരണങ്ങളൊക്കെയും തന്നോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞിട്ടു നിന്നെ പുച്ഛിച്ചുകൊണ്ട് പൂർണ്ണമായി ഒഴിവാക്കുകയും അത് നിന്നെ മാനസികവും ശാരീരികവുമായ തകർച്ചയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടാകും. അവിടം കൊണ്ട് നിന്റെ കഥ അവസാനിച്ചെന്ന് പോലും നീ കരുതിയിട്ടുണ്ടാകും. എന്നാൽ അവസാനിക്കുന്നത് നിന്റെ കഥയല്ലെന്ന് മാത്രം. ഇതുവരെ ഞാൻ പറഞ്ഞതൊക്കെയും നിന്റെ അറിവിലുള്ളതാണ്. എന്നാൽ നീ അറിയാത്തതും കേൾക്കാത്തതുമായ മറ്റൊരു വശം കൂടി നിന്റെ കഥയിലുണ്ടായിരുന്നു. ആ ഭാഗമാണ് ഇനി അങ്ങോട്ടുള്ളത്. അവിടെ നിനക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അവിടെ എനിക്കാണ് ജോലിഭാരമുള്ളത്. നിന്റെ സ്നേഹവും വിശ്വാസവും ചൂഷണം ചെയ്ത വ്യക്തിയെ എവിടെ നിന്നാണോ നീ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്നത് അവിടേക്ക് തന്നെ തിരികെ എത്തിക്കുകയാണ് എന്റെ ജോലി. അയാൾ നിന്നിലൂടെ കയറിയ ചവിട്ടുപടികളിലൂടെ തിരിച്ചിറങ്ങുന്നത് നീ അറിയും. കൂടാതെ അയാൾ നിന്നെ അവഗണിക്കാൻ കണ്ടെത്തിയ കാരണങ്ങളിലൂടെ അയാളും അവഗണിക്കപ്പെടും. അനുഭവിക്കുന്ന ഓരോ അവഗണനയിലും ആ വ്യക്തി നിന്നോട് ചെയ്ത അധർമ്മങ്ങളെ ഓർത്തെടുക്കുകയും ചെയ്യും. ദുർഘടമായ ചില പ്രതിസന്ധികളിൽപ്പെട്ട് ഉലയുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നീ ചെയ്തു കൊടുത്ത ഉപകാരങ്ങളെയും അയാൾ ഓർത്തെടുക്കും. പാതി വഴിയിൽ നിന്നെ ഉപേക്ഷിച്ച് കടന്നുപോയ വഴികളിലെങ്ങും തന്നെ നിന്നെപ്പോലെ ആത്മാർത്ഥമായി കൂടെ നിൽക്കുന്ന ഒരാളെ അയാൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. നീ ആയിരുന്നു അയാളുടെ ജീവനാഡിയെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുന്ന അന്നു മുതൽ നിന്നോട് ചെയ്ത എല്ലാ അപരാധങ്ങളെയും ഓർത്ത് സ്വയം ശപിച്ചു തുടങ്ങും. അതിനാൽ ഇന്നു മുതൽ നീ ചെയ്യേണ്ടത് എല്ലാ വിഷമങ്ങളെയും മാറ്റിവെച്ച് സ്വന്തം മുന്നേറ്റത്തിനായി പ്രവർത്തിച്ചു തുടങ്ങുക. കഷ്ടപ്പാടുകൾ സഹിച്ച് മറ്റൊരാളെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞ നിനക്ക് സ്വന്തം ഉയർച്ചയ്ക്കായി അത്രത്തോളം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ട ആവശ്യവും ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കുക. ധൈര്യമായി മുന്നോട്ടു പോവുക. നന്മയോടെ നിന്ന് നിന്നെ തരം താഴ്ത്തിയവർക്ക് മുമ്പിൽ ഞാൻ ഉയർത്തിക്കാട്ടും. ഇന്ന് നിന്നെ അവഗണിച്ചവർ അന്ന് നിന്റെ പരിഗണനയ്ക്കായി കാത്തു നിൽക്കും.